ഹമാസിനെതിരെ വീണ്ടും ഗാസയിൽ ജനകീയ പ്രതിഷേധം. രണ്ടാം തവണയാണ് ഹമാസിനെതിരെ ജനകീയ പ്രക്ഷോഭം നടക്കുന്നത്. വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലാഹിയയിലാണ് പ്രതിഷേധം ഉണ്ടായത്. വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യമാണ് പ്രതിഷേധക്കാർ ഉയർത്തുന്നത്. ഹമാസിന്റെ ഗാസയിലെ സാന്നിധ്യം തന്നെ സാധാരണക്കാർക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. തുടർച്ചയായി ഭീകരർക്കെതിരെ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ നടക്കുന്നത് സ്വസ്ഥ ജീവിതത്തെ പ്രതികൂലമായും ബാധിക്കുന്നു. ഹമാസിന്റെ കടുംപിടുത്തങ്ങൾ തങ്ങൾക്ക് സമാധാനം നിഷേധിക്കുന്നുവെന്നാരോപിച്ചാണ് ഗാസ ബെയ്ത്ത് ലാഹിയയിൽ ജനങ്ങൾ പ്രതിഷേധത്തിന് ഇറങ്ങിയത്. ഹമാസ് ഗാസ വിട്ടുപോകണമെന്ന ആവശ്യം തന്നെയാണ് പ്രതിഷേധക്കാർ ആവർത്തിക്കുകയും ചെയ്യുന്നത്. ഈജിപ്റ്റ് നടത്തുന്ന മാധ്യസ്ഥ ശ്രമങ്ങൾക്ക് പ്രതിഷേധക്കാർ പിന്തുണയും അറിയിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ഈജിപ്റ്റ് വഴി മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശത്തെ ഹമാസ് തള്ളിയിരുന്നു. ഹമാസിനെ നിരായുധീകരിക്കണമെന്ന ഇസ്രായേലിന്റെ ആവശ്യവും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. തുടർന്നും ആക്രമണങ്ങളുണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ജനം പ്രതിഷേധവുമായി വീണ്ടും എത്തിയത്. മാർച്ചിലും സമാന പ്രതിഷേധം മധ്യ ഗാസയിൽ നടന്നിരുന്നു. അന്ന് ഹമാസ് ഭീകരർ ആയുധമേന്തി പ്രതിഷേധക്കാരെ വിരട്ടിയോടിച്ചെങ്കിലും ഇത്തവണ അത്തരം സംഭവങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടില്ല. ഹമാസിനെ പൂർണ്ണമായും ഗാസയുടെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം അമേരിക്കയും മുന്നോട്ട് വച്ചിരുന്നു. നിലവിൽ ഗാസയിലെ ജനങ്ങളുടെ വികാരവും അത്തരത്തിൽ തന്നെയെന്ന് തെളിയിക്കുന്നതാണ് പ്രതിഷേധങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.